ഇന്ന് രാവിലെ 11:30 ഈ പ്രദേശത്ത് കണ്ടുപരിചയമില്ലാത്തൊരു യുവാവ് ഈ തൃശൂർ KSRTC ജംഗ്ഷന് സമീപമുള്ള വെളിയന്നൂർ റോഡിൽ ഒരു വീട്ടിന്റെ മുകളിലെ ടെറസിൽ കാണുന്നത്. ഈ വീട്ടിലെ കുട്ടിയാണ് സമീപവാസികളായിട്ടുള്ള ആളുകളോട്, ചെറുപ്പക്കാരോട് ഇയാൾ ഇവിടെ നിന്ന് അസഭ്യം പറയുന്നു, ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു എന്നുള്ള കാര്യം അറിയിച്ചത്. തൊട്ടടുത്തുണ്ടായിരുന്ന യുവാക്കൾ ഓടിയെത്തുമ്പോൾ ഇയാൾ ഈ വീടിന്റെ ടെറസിന് മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നാലെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. ഈ വീടിന്റെ മുകളിൽ, ഏറ്റവും മുകളിലുള്ള നിലയിൽ കയറി നെറ്റിട്ട് പിടിക്കാനുള്ള ശ്രമമാണ് ഉദ്യോഗസ്ഥർ നടത്തിയത്. ആദ്യഘട്ടത്തിൽ ശ്രമം നടത്തിയെങ്കിലും ഇയാൾ ഇതിനോട് പിന്മാറാതെ മാറുകയായിരുന്നു. അതോടൊപ്പം തന്നെ വഴങ്ങാതെ മാറുകയായിരുന്നു. ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും ചേർന്ന് ഏറെ നേരത്തെ ശ്രമകരമായ ശ്രമത്തിനൊടുവിലാണ് അയാളെ പിടികൂടിയിട്ടുള്ളത്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ നമ്മളോടൊപ്പം ചേരുന്നു. സാറേ, എത്രമാത്രം ശ്രമകരമായിരുന്നു കാര്യം? തീർച്ചയായിട്ടും ഏകദേശം 3 മണിക്കൂറുകൾ വളരെ ശ്രമകരമായ ഒരു പ്രവർത്തനമായിരുന്നു. ഇതിന്റെ രണ്ടാമത്തെ നിലയിലാണ് അയാൾ സൺഷെയ്ഡിൽ നിന്നിട്ട് കല്ല്, അതുപോലെ ഓട് തുടങ്ങി വെച്ച് ജീവനക്കാരുടെ നേരെ എറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എറിയുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മുകളിൽ നിന്ന് നമ്മൾ റെസ്ക്യൂ നെറ്റ് ഉപയോഗിച്ച് താഴോട്ട് വരികയും ജീവനക്കാർ കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഇവിടെ തരികയും ചെയ്തുകൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത്. ഇയാൾ ആരാണ്, എന്താണെന്ന് വല്ലതും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതോ മാനസിക വിഭ്രാന്തിയുള്ള ആളാണോ, എന്താണത്? ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ ചേഷ്ടകളിൽ നിന്ന് മാനസിക വിഭ്രാന്തി ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നു. കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആരോഗ്യവകുപ്പിനെയും പോലീസിനെയും അദ്ദേഹത്തിന് അടിയന്തരമായിട്ട് വൈദ്യസഹായം എത്തിക്കാനായിട്ട് നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഫയർഫോഴ്സ് അവരുടെ ജോലി വിജയകരമായി ചെയ്തിട്ടുണ്ട്. ഇയാളിപ്പോൾ പുറത്തേക്ക് എടുത്തുകൊണ്ട് വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകും. അയാളെ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട്, റെസ്ക്യൂ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഏറെ നേരത്തെ, 3.5 മണിക്കൂറിലേറെ നേരത്തെ ശ്രമകരമായ ദൗത്യത്തിന് ശേഷമാണ് ഫയർഫോഴ്സും പോലീസും ചേർന്ന് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇതേ വീടിന്റെ മുകളിൽ നിന്നും നെറ്റ് ഉപയോഗിച്ച് കയറ് കെട്ടി കൈയും കാലും ബന്ധിച്ചുകൊണ്ടാണ് ഇയാളെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഏതായാലും ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എന്താണ് പ്രശ്നമെന്നുള്ള കാര്യം അടക്കം ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കട്ടാവണം. നിന്റെ കഴുത്തിലോട്ടാൻ വിട്ടു. നീ എന്റെ വരണം, എങ്ങോട്ടാ വരണം? നീ എന്റെ എങ്ങോട്ടാ? വേണമെങ്കിൽ ആളയിക്കോ, നീ വേണമെങ്കിൽ ആളയിക്കോ. നീ തരണം, എനിക്ക് വെള്ളം നീക്കണം. എങ്ങോട്ടാ പോവാ? നിന്റെ വീട്ടിൽ പോവാ. കയ്യിൽ അച്ഛൻ നിന്റെ ബാഗിൽ അച്ഛൻ ലാസ്റ്റ് ആയിട്ട് അച്ഛനെ കണ്ടോ? അച്ഛൻ ലാസ്റ്റ് അച്ഛൻ